Good morning, dear students. Welcome to our class of Business Mathematics. We are going to start our second module, which consists of the topics matrices, determinants, as well as set theory. മൂന്ന് ടോപ്പിക്സ് ആണ് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. മെട്രിക്സ്, ഡിറ്റർമിനൻറ്റ്സ്, അതുപോലെ തന്നെ സെറ്റ് തിയറി. അതിൽ ആദ്യമേ മെട്രിക്സ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. മെട്രിക്സുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിറ്റർമിനൻറ്റ്സ്. Then after that ഒരു സെപ്പറേറ്റ് ടോപ്പിക് which is set theory. ഈ മൂന്നെണ്ണം ആണ് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. We are directly moving to our first topic which is metrics. Metrics എന്താണ് എന്ന് ആദ്യം നോക്കാം. Metrics can be defined as a set of numbers which is arranged in rows and columns so as to form a rectangular array. ഒരു റെക്റ്റാങ്കുലർ അറേ ഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് റോസിലും കോളംസിലും നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് മെട്രിക്സ്. ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വരുന്നതായിരിക്കും റോസ് എന്ന് പറയുന്നത്. വേർട്ടിക്കലായിട്ട് വരുന്നത്, താഴോട്ട് വേർട്ടിക്കലായിട്ട് വരുന്നതായിരിക്കും കോളംസ് എന്ന് പറയുന്നത്. ഇത് കോളം 1 ആണെങ്കിൽ ഇത് കോളം 2 ആണ്. ഇത് റോ 1 ആണെങ്കിൽ ഇത് റോ 2 ആയിരിക്കും. ഇതേപോലെയുള്ളൊരു റെക്റ്റാങ്കുലർ അറേയിൽ നമ്പേഴ്സിനെ പ്ലേസ് ചെയ്യുന്ന അറേഞ്ച്മെൻറ്റിനെ വിളിക്കുന്നതാണ് മെട്രിക്സ്. സോ മെട്രിക്സ് ഇസ് നത്തിങ് ബട്ട് സിംപ്ലി ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് നമ്പേഴ്സ് വിച്ച് ഇസ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ് സോ ആസ് ടു ഫോം എ റെക്റ്റാങ്കുലർ അറേ. ഒരു എക്സാമ്പിൾ നോക്കാനാണെങ്കിൽ ഇവിടെ ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സ് വരാം. 2 - 3 5 4. സോ വി റീഡ് ദിസ് മെട്രിക്സ് ആസ് 2 - 3 5 4. എപ്പോഴും റോയിൽ എലമെൻറ്റ്സ് ആയിരിക്കും ആദ്യം വായിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ മെട്രിക്സ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ വേരിയസ് ഫീൽഡ് സച്ച് ആസ് എഞ്ചിനീയറിംഗ്, ഫിസിക്സ്, എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. ദെൻ ഇറ്റ് ക്യാൻ ഓൾസോ ബി ആപ്ലിക്കബിൾ ടു വേരിയസ് ബിസിനസ് ഏരിയാസ് സച്ച് ആസ് മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, അക്കൗണ്ടിംഗ്, ഫിനാൻസ് എക്സെട്ര. സോ മെട്രിക്സിന് ഒത്തിരി അധികം ആപ്ലിക്കേഷൻസ് ഉണ്ട് പ്രാക്ടിക്കലി. അതിലെ കുറച്ച് ഏരിയാസാണ് നമ്മൾ ഈ പറഞ്ഞേക്കുന്നത്. നമുക്ക് മെട്രിക്സിലോട്ട് തിരിച്ചു വരാം. സാധാരണ മെട്രിക്സുകളെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്താണ് നമ്മളൊരു മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ A = അല്ലെങ്കിൽ B = C = ആ രീതിയിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നോക്കാം. A = 2 - 3 5 4. ഇവിടെ എത്ര റോസ് ഉണ്ട്? ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. സോ വി ആർ ഹാവിങ് 2 റോസ്. എത്ര കോളംസ് ഉണ്ട്? ഇത് 2 5 വരുന്നത് ഫസ്റ്റ് കോളം, -3 4 വരുന്നത് സെക്കൻഡ് കോളം. സോ ഹിയർ there are how many rows? 2 rows. And how many columns? Number of columns equal to, that is also equal to 2. ഈ പറഞ്ഞ നമ്പർ ഓഫ് റോസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എം എന്ന് പറയുന്ന സിമ്പൽ യൂസ് ചെയ്താണ്, സ്മോൾ ലെറ്റർ എം. അതേസമയം നമ്പർ ഓഫ് കോളംസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് യൂസിങ് ദി സ്മോൾ ലെറ്റർ എൻ യൂസ് ചെയ്തിട്ടാണ് കോളംസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ എക്സാമ്പിൾ A = 2 - 3 5 4 എന്ന് പറയുന്ന എക്സാമ്പിളിൽ ടു റോസും ഉണ്ട്, 2 കോളംസും ഉണ്ട്. സോ M = 2 ആണ്, N = ഓൾസോ 2 ആണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ബേസിക്സ് കിട്ടിയെന്ന് തോന്നുന്നു. ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് കുറേയധികം റോസും കോളംസും തമ്മിൽ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു റെക്റ്റാങ്കുലർ അറേയാണ്. ഈ റെക്റ്റാങ്കുലർ അറേയുടെ അകത്ത് വരുന്ന നമ്പേഴ്സ് ഇല്ലേ, ലൈക്ക് 2 - 3 5 4, ഇതേപോലെ കുറേ നമ്പേഴ്സ് അകത്ത് വരുന്നു. ഈ നമ്പേഴ്സിനെയൊക്കെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ദാറ്റ് ഇസ് എലമെൻറ്റ്സ്. എന്താണ്? എലമെൻറ്റ്സ് എന്ന് വിളിക്കും. സോ എന്താണ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ എൻട്രീസ് എന്ന് പറയും. എലമെൻറ്റ്സ് ഓഫ് എ മെട്രിക്സ് ഓർ എൻട്രീസ് ഓഫ് എ മെട്രിക്സ് ആർ ദ നമ്പേഴ്സ് വിച്ച് കംസ് ഇൻസൈഡ് ദ റെക്റ്റാങ്കുലർ അറേ. റെക്റ്റാങ്കുലർ അറേയുടെ ഉള്ളിൽ വരുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരുകളാണ് എലമെൻറ്റ്സ് അഥവാ എൻട്രീസ്. ഇനി നെക്സ്റ്റ് ടോപ്പിക് ഇസ് ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഓർഡർ ഓഫ് എ മെട്രിക്സ്.
യൂണിവേഴ്സിറ്റി എക്സാമിന് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ വരാൻ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. തിയറിയും വരാം, അതേപോലെ പ്രോബ്ലവും വരാം. ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ ഓർഡർ കാണണമെങ്കിൽ വി ഹാവ് ഗോട്ട് ആൻ ഇക്വേഷൻ ദാറ്റ് ഈസ് എം ബൈ എൻ. ഓക്കെ, എം ഇൻറ്റു എൻ എന്നാണ് എഴുതുന്നത്, പക്ഷെ മെട്രിക്സിൽ ഒരിക്കലും ഇത് ഇൻറ്റു എന്നല്ല വായിക്കുന്നത്, ബൈ എന്നാണ് വായിക്കുന്നത്. സോ ഓർഡർ ഓഫ് എ മെട്രിക്സ് ഇസ് ഡിനോട്ടഡ് ബൈ എം ബൈ എൻ. എം എന്താണ്? എം ഇസ് നത്തിങ് ബട്ട് ദ നമ്പർ ഓഫ് റോസ്. എൻ എന്താണ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് കോളംസ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് എ ഈസ് ഈക്വൽ ടു 2, 3, 5, 1 minus 2 minus 1, find the order of the matrix. Okay, ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു 2, 3, 5, 1 minus 2 minus 1. അതിൻ്റെ ഓർഡർ കാണാൻ പറഞ്ഞേക്കുന്നു. ഇവിടെ എം എത്രയാണ്? എം എന്ന് വെച്ചാൽ നമ്പർ ഓഫ് റോസ് ആണ്. എത്ര റോ ഉണ്ട്? ദിസ് ഇസ് ഫസ്റ്റ് റോ ആൻഡ് ദിസ് ഇസ് സെക്കൻഡ് റോ. സോ എം ഈക്വൽ ടു 2. എൻ എത്രയാണ്? എൻ നമ്പർ ഓഫ് കോളംസ് ആണ്. എത്ര കോളം ഉണ്ട്? 2, 1 എന്ന് പറയുന്നത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. സോ വി ആർ ഹാവിങ് 3 കോളംസ്. സോ എൻ ഈക്വൽ ടു 3. അപ്പോൾ ഇവിടെ ഓർഡർ എങ്ങനെ വരും? ഓർഡർ ഇസ് ഈക്വൽ ടു എം ബൈ എൻ എന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് 2 by 3. ഒരിക്കലും 2 by 3 ഈക്വൽ 6 എന്ന് എഴുതരുത്. ഓർഡറിനെ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരിക്കലും 2 into 3 അല്ല, ദിസ് ഇസ് 2 by 3. മെട്രിക്സിൻ്റെ കേസിൽ ഓർഡർ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്, എം ബൈ എൻ, സിംപ്ലി 2 by 3. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഓക്കെ, ഈ ഓർഡർ പഠിക്കുമ്പോൾ പഠിക്കേണ്ട വേറെ 2 ടോപ്പിക്കുകളുണ്ട്. സ്ക്വയർ മെട്രിക്സ് ആസ് വെൽ ആസ് റെക്ടാങ്കുലർ മെട്രിക്സ്. ഓക്കെ, സ്ക്വയർ മെട്രിക്സ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇഫ് ദ ഓർഡർ ഓഫ് എ മെട്രിക്സ് ഇസ് സെയിം, that means m and n. If in the order of a matrix both m and n are same, that is if m equals n, it is a square matrix. If the number of rows of a matrix equals to the number of columns of the same matrix, then it is said to be a square matrix. For example, നോക്കാം. b is equal to 1, 3, 2, 2, 1, 2, 5, 7, 18. ഇവിടെ എത്ര റോസ് ഉണ്ട്? m is equal to 3. n എത്രയുണ്ട്? എത്ര കോളംസ് ഉണ്ട്? ദാറ്റ് ഈസ് ഓൾസോ 3. സോ ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് 3 by 3 ആണ്. എമ്മും എന്നും സെയിം ആണ്. എമ്മും എന്നും സെയിം ആയിട്ട് വന്നാൽ അങ്ങനെയുള്ള മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സ്ക്വയർ മെട്രിക്സ്. നമ്മൾ മെട്രിക്സിൻ്റെ ഓർഡർ സാധാരണ ഈ റൈറ്റ് മോസ്റ്റ് എൻഡിലാണ് കാണിക്കാറ് കേട്ടോ. റൈറ്റ് മോസ്റ്റ് ബോട്ടം പോർഷനിലാണ് മെട്രിക്സിൻ്റെ ഓർഡർ ഡിനോട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ കേസിൽ ഈ എക്സാമ്പിൾ ഈ ബി എന്ന് പറയുന്നത് എന്താ? ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. എന്താണ് സ്ക്വയർ മെട്രിക്സ്? ഇഫ് ദ നമ്പർ ഓഫ് റോസ് ഓഫ് എ മെട്രിക്സ് ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് കോളംസ് ഓഫ് ദ സെയിം മെട്രിക്സ്, ദെൻ ഇറ്റ് ഇസ് സെഡ് ടു ബി എ സ്ക്വയർ മെട്രിക്സ്. എം ഈക്വൽ ടു എൻ ആണെങ്കിൽ അതാണ് സ്ക്വയർ മെട്രിക്സ്. നെക്സ്റ്റ് ഇസ് rectangular matrix. Rectangular matrix. Rectangular matrix എന്ന് പറയുന്നത് m will not equal to n. If in a matrix the number of rows is not equal to the number of columns of the same matrix, then it is said to be a rectangular matrix. എമ്മും എന്നും സെയിം അല്ല, ഡിഫറൻ്റ് ആണെങ്കിൽ അങ്ങനത്തെ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് റെക്ടാങ്കുലർ മെട്രിക്സ്. നമ്മൾ ആദ്യം ചെയ്ത എക്സാമ്പിൾ ഒരു റെക്ടാങ്കുലർ മെട്രിക്സ് ആണ്. നോക്കിയേ, എം ഈക്വൽ ടു 2 ആണ്, എൻ ഈക്വൽ ടു 3 ആണ്. എമ്മും എന്നും സെയിം ആണോ? അല്ല, എം ഇസ് നോട്ട് ഈക്വൽ ടു എൻ. സോ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് റെക്ടാങ്കുലർ മെട്രിക്സ്. നമുക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് ഡി എന്ന് പേര് കൊടുക്കുന്നു. ഡി ഈക്വൽ ടു 7, 1, 2, 3, 5, 4. ഇവിടെ എം എത്ര വരുന്നു? നമ്പർ ഓഫ് റോസ് എത്ര വരുന്നു? 1, 2, 3. നമ്പർ ഓഫ് കോളംസ് എത്ര എണ്ണം വരുന്നുണ്ട്? 1, 2. സോ ഹിയർ എം ഇസ് നോട്ട് ഈക്വൽ ടു n. 3 is not equal to 2. So m is not equal to n. Therefore it is a rectangular matrix. So നമ്മൾ 3 കാര്യങ്ങളാണ് ഇവിടെ പഠിച്ചത്. ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് m by n, നമ്പർ ഓഫ്
rows into number of columns. Then number of rowsum number of columnsum same ആണ്, ഈക്വൽ ആണെങ്കിൽ അങ്ങനെയുള്ള മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സ്ക്വയർ മെട്രിക്സ്. എമ്മും എന്നും ഈക്വൽ അല്ല, നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് റെക്ടാങ്കുലർ മെട്രിക്സ്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് ടൈപ്സ് ഓഫ് മെട്രിക്സ്. മെട്രിക്സിൻ്റെ പല ടൈപ്പുകളാണ് നോക്കുന്നത്. അതിൽ ആദ്യം വരുന്നതാണ് റോ മെട്രിക്സ്. As the name indicates, it is a kind of matrix which has got only one row. ഒരു റോ മാത്രം ഉള്ള മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് റോ മെട്രിക്സ്. ഒറ്റ റോ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. കോളംസ് എത്ര വേണേ ആകാം, നോ ഇഷ്യൂസ്. ഫോർ എക്സാമ്പിൾ A is equal to 1, 3, ഒറ്റ റോ അല്ലേ ഉള്ളൂ, ഇതൊരു റോ മെട്രിക്സ് ആണ്. അല്ലെങ്കിൽ C is equal to -3, 15, 18, ഇവിടെയും എത്ര റോയേ ഉള്ളൂ, ഒറ്റ റോയേ ഉള്ളൂ. സോ ഒരു റോ മാത്രമുള്ള മെട്രിക്സുകളെ വിളിക്കുന്ന പേരാണ് റോ മെട്രിക്സ്. Now the second type of matrix is column matrix. Column matrix. As the name indicates, it is a kind of matrix having only one കോളം. ഒരു കോളം മാത്രമുള്ള മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് കോളം മെട്രിക്സ്. ഫോർ എക്സാമ്പിൾ A is equal to 7, 5, അല്ലെങ്കിൽ B is equal to -8, 19, 20, അല്ലേ? എത്ര കോളം ഉള്ളത്? ആകെ ഒറ്റ കോളം മാത്രമേ ഉള്ളൂ. റോസിൻ്റെ എണ്ണം നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല, അത് എത്ര വേണേ ആയിക്കോട്ടെ. ഒറ്റ കോളം മാത്രമുള്ള മെട്രിക്സ് ആണ് കോളം മെട്രിക്സ്. ഒരു റോ മാത്രമുള്ള മെട്രിക്സ് ആണ് റോ മെട്രിക്സ്. സോ ഡെഫിനിഷൻ ആയിട്ട് പറയുവാണെങ്കിൽ എ മെട്രിക്സ് ദാറ്റ് ഹാസ് ഓൺലി വൺ കോളം ബട്ട് എനി നമ്പർ ഓഫ് റോസ് ഈസ് എ കോളം മെട്രിക്സ് ഓർ എ കോളം വെക്റ്റർ. കോളം വെക്റ്റർ എന്നും പറയാറുണ്ട്. നൗ കമ്മിങ് ടു ദ തേർഡ് ടൈപ്പ് ഓഫ് മെട്രിക്സ് വിച്ച് ഇസ് diagonal matrix. Diagonal matrix എന്ന് പറയുന്നത് it is a kind of square matrix in which all the elements except the diagonal elements are zeros. So ഇവിടെ നമുക്ക് ഡയറക്റ്റ് എക്സാമ്പിൾ നോക്കാം. ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും, ഒന്നെങ്കിൽ 3x3 അല്ലെങ്കിൽ 2x2 ഓർഡർ വരുന്ന മെട്രിക്സുകളാണ്, അല്ലെ 4x4 അങ്ങനത്തെ സ്ക്വയർ മെട്രിക്സുകളാണ് ഡയഗണൽ മെട്രിക്സ് ആയിട്ട് വരുന്നത്. അവിടുത്തെ ഡയഗണൽ എലമെന്റ്സ്, ഡയഗണൽ ഇൻ ദ സെൻസ് ഈ ഒരു പൊസിഷനിൽ, ഡയഗണൽ പൊസിഷനിൽ വരുന്ന എലമെന്റുകൾ ഒഴികെ ബാക്കി എല്ലാവരും 0 ആയിരിക്കണം. ഇവിടെ 5, -8, 9, ഇവിടെ 0, 0, 0, 0, 0, 0, like this. ഡയഗണൽ ആയിട്ട് വരുന്ന എലമെന്റുകൾ ഒഴികെ ബാക്കി എല്ലാവരും 0 ആണെങ്കിൽ such kind of matrix are known as diagonal matrix. അതിന്റെ ഡെഫിനിഷൻ ഒന്നുകൂടെ പറയാം. A square matrix is said to be diagonal if all its elements except the diagonal elements are zeros. Diagonal എലമെന്റ്സ് ഒഴികെ ബാക്കി എല്ലാ എലമെന്റുകളും 0 ആണെങ്കിൽ അങ്ങനെയുള്ള മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ഡയഗണൽ മെട്രിക്സ്. ഇവിടെ ഇതേപോലത്തെ എല്ലാം നെഗറ്റീവ് ആകാം, എല്ലാം പോസിറ്റീവ് ആകാം, ഏത് രീതിയിൽ വേണമെങ്കിലും വരാം, ജസ്റ്റ് നമ്പേഴ്സ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. Now coming to a fourth type, which is a subtype of diagonal matrix, which is known as scalar matrix. സ്കെയിലാർ മെട്രിക്സ് എന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സിന്റെ ഒരു സബ് ടൈപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് സ്ക്വയർ മെട്രിക്സ്, ഇറ്റ് ഈസ് ഓൾസോ എ കൈൻഡ് ഓഫ് ഡയഗണൽ മെട്രിക്സ്. ഇവിടുത്തെ പ്രത്യേകത, ഓൾ ദി ഡയഗണൽ എലമെന്റ്സ് ആർ സെയിം. ഡയഗണലായിട്ട് വരുന്ന എലമെന്റ്സ് എല്ലാം സെയിം ആണ്, ബാക്കിയുള്ള എലമെന്റ്സ് 0 ആണ്. നോക്കി, ഇവിടെ 5 -8 9 എന്ന് തോന്നുന്നു. ഇത് അതിന് പകരം എല്ലാ ഡയഗണൽ എലമെന്റ്സും സെയിം ആണ്. സപ്പോസ് നെഗറ്റീവ് ഉണ്ടെങ്കിൽ എല്ലാത്തിനും നെഗറ്റീവ് ഉണ്ടായിരിക്കും. ഡയഗണൽ ആയിട്ടുള്ള എലമെന്റുകൾ സെയിം ആകുകയും ബാക്കിയുള്ള എലമെന്റ്സ് 0 ആകുകയും ചെയ്താൽ such kind of matrix is known as scalar matrix. Then fifth type,
ഫിഫ്ത്ത് ടൈപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. ബിക്കോസ് നമുക്ക് പല പ്രോബ്ലംസിലും ഈ ഐഡൻറ്റിറ്റി മെട്രിക്സ് യൂസ് ചെയ്യേണ്ടി വരുന്നു. ഈ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഡയഗണൽ മെട്രിക്സ് ആണ്, അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് സ്കെയിലാർ മെട്രിക്സ് ആണെന്ന് പറയാം. ഇവിടുത്തെ പ്രത്യേകത, all its diagonal elements are 1 and rest of the elements are 0. ഡയഗണലായിട്ട് വരുന്ന എലമെൻറ്റുകളെല്ലാം 1 ആണ്, ബാക്കിയുള്ള ചുറ്റിനുള്ള എലമെൻറ്റ്സ് എല്ലാം 0 ആണ്. അങ്ങനെയുള്ള മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. യൂണിറ്റ് മെട്രിക്സും എന്നും ഇതിനെ വിളിക്കാറുണ്ട്. യൂണിറ്റ് മെട്രിക്സ്. ഈ പി കാണിച്ചേക്കുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എത്രയാ? 3/3 ആണ്. അപ്പോൾ വേണമെങ്കിൽ ഇതിനെ I3, പൊതുവെ ഐഡൻറ്റിറ്റി മെട്രിക്സിനെ I കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ സിംപ്ലി I എന്ന് കാണിക്കും, അല്ലെങ്കിൽ തേർഡ് ഓർഡർ ആണ് 3/3 ആണെന്ന് കാണിക്കാൻ I3 എന്ന് കാണിക്കാം. അതേപോലെ I2 ഉണ്ട്. I2 എന്ന് വെച്ചാൽ അപ്പോൾ എന്തായിരിക്കും? 2/2 ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് I2. അവിടെ ഡയഗണൽ എലമെൻറ്റുകൾ മാത്രം 1 വരുന്നു, ബാക്കിയുള്ളത് 0 വരുന്നു. ഇനിയൊരു I4 ആണെങ്കിലോ? I4 എന്ന് വെച്ചാൽ 1 0 0 0, 4 റോയും 4 കോളം ഉണ്ടാവും. 0 1 0 0 0 0 1 0 0 0 0 1. സി, ഇതായിരിക്കും ഒരു 4/4 ഐഡൻറ്റിറ്റി മെട്രിക്സ്. നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ സോൾവ് 3a + 2b - i = 0 എന്നോ അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരും. അവിടെ I എന്നൊരു ടേമേ കാണത്തുള്ളൂ. I എന്താണ് എന്ന് ക്വസ്റ്റ്യനിൽ തരില്ല. സോ വി ഹാവ് ടു ബൈ ഹാർട്ട് ദാറ്റ് I മീൻസ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. അതിൻ്റെ പ്രത്യേകത എന്താ? ഡയഗണൽ എലമെൻറ്റ്സ് എപ്പോഴും 1ഉം ചുറ്റുമുള്ള ബാക്കി എലമെൻറ്റുകളെല്ലാം 0യും വരും. ഒരു ക്വസ്റ്റ്യനിൽ തന്നേക്കുന്ന ബാക്കി എല്ലാ മെട്രിക്സുകളും 3/3 ആണെങ്കിൽ IU എന്തായിരിക്കും? 3/3 ആയിരിക്കും. ക്വസ്റ്റ്യനിലുള്ള എല്ലാ മെട്രിക്സും 2/2 ആണെങ്കിൽ IU എന്തായിരിക്കും? 2/2 ആയിരിക്കും. ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക. Now the sixth type of matrix is zero matrix. Zero matrix or null matrix or empty matrix. As the name indicates, this will be a matrix having all the elements as 0. എല്ലാ എലമെൻറ്റുകളും 0 ആയിട്ട് വരുന്ന മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നൾ മെട്രിക്സ് അഥവാ എംപ്റ്റി മെട്രിക്സ് അഥവാ സീറോ മെട്രിക്സ്. ഓക്കെ, സോ ഫോർ എ സീറോ മെട്രിക്സ് all its elements will be 0. ക്ലിയർ അല്ലേ? ഇത്രയും ഇതെല്ലാം ഐഡൻറ്റിറ്റി മെട്രിക്സ് നിർബന്ധമായും ബൈ ഹാർട്ട് ചെയ്യുക. ബാക്കിയുള്ളത് നമുക്ക് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. Coming to the last type of matrix, that is triangular matrix. Seventh type of matrix എന്ന് പറയുന്നത് triangular matrix ആണ്. Triangular matrix. Triangular matrix തന്നെ 2 ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്, അതുപോലെ തന്നെ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ പ്രത്യേകത ഈ പറയുന്നതും സ്ക്വയർ മെട്രിക്സ് തന്നെയാണ് കേട്ടോ. സ്ക്വയർ മെട്രിക്സിൻ്റെ ടൈപ്പാണ് ഈ പറയുന്നതും. അതായത് 2/2 3/3 അങ്ങനത്തെ ഓർഡർ വരുന്നതാണ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ പ്രത്യേകത ഇതാണ്. നമ്മളുടെ ഡയഗണൽ ആയിട്ടുള്ള എലമെൻസ് ഇല്ലേ, ഡയഗണൽ എലമെൻസും അതിൻ്റെ മുകളിലെ എലമെൻസും നമ്പേഴ്സ് ആയിരിക്കും. ലൈക്ക് 5 2 3 1 4 7. ഇവിടെ ഒരു -4 കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഡയഗണൽ പോർഷൻ എടുത്താൽ 2 ട്രയാങ്കിളാക്കി മാറ്റാം. മുകളിലോട്ടൊരു ട്രയാങ്കിൾ, താഴോട്ടൊരു ട്രയാങ്കിൾ. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ അപ്പർ പോർഷനിലെല്ലാം എലമെൻറ്റ്സ് ഉണ്ടാവും, ലോവർ പോർഷനിലെല്ലാം സീറോസ് ആയിരിക്കും. ശ്രദ്ധിക്കുക, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് can be defined as a square matrix in which all the elements below the
diagonal elements are 0. Diagonal elements in the താഴോട്ടുള്ള എല്ലാ elementsum 0യും മുകളിലോട്ട് എല്ലാ elementsum ഉള്ള type matrix ആണ് upper triangular matrix. Upper triangle means upper triangle മാത്രമേ elements ഉള്ളൂ, lower triangle എല്ലാം 0 ആയിരിക്കും. ഇതിന്റെ just opposite ആണ് lower triangular matrix. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 3/3 ആണ് ഞാൻ എടുക്കുന്നത്. 3/3 ഇതൊരു 3/3 ആയിരുന്നു. ഇങ്ങനെയാണ് ഡയഗണൽ എലമെന്റ്സ് വരുന്നത്. 9 - 7 8. താഴോട്ടുള്ള പോർഷൻസിൽ എലമെന്റ്സ് ഉണ്ടായിരിക്കും, മുകളിലോട്ടുള്ള പോർഷനിൽ മുകളിലെ ട്രയാങ്കിളിൽ 0 ആയിരിക്കും. സോ ഒരു ഡെഫിനിഷൻ പറയാനാണെങ്കിൽ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് all the elements above the principal diagonal axis are 0. Principal diagonal axis ന്റെ മുകളിൽ വരുന്ന അപ്പർ ട്രയാങ്കിളിൽ വരുന്നവരെല്ലാവരും 0യും അതേസമയം ലോവർ ട്രയാങ്കിളിലൊക്കെ എലമെന്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. ആ പേര് വെച്ചിട്ട് നിങ്ങൾക്ക് തിരിഞ്ഞു പോകല്ല. അപ്പർ ട്രയാങ്കുലർ എന്ന് വെച്ചാൽ അപ്പറിൽ എലമെന്റ് ഉണ്ട്, താഴെ 0. അതല്ലാതെ അപ്പറിൽ 0 എന്ന് പഠിക്കരുത്, അത് തെറ്റിപ്പോകും. സോ അപ്പർ ട്രയാങ്കുലർ മീൻസ് അപ്പർ ഡയഗണലും അപ്പർ ആയിട്ടുള്ള പോർഷൻസിലും എന്തുണ്ട്, എലമെന്റുകളുണ്ട്. ലോവർ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഡയഗണലിലും ലോവർ ആയിട്ട് വരുന്ന പോർഷനിലും എലമെന്റുകളുണ്ട്, ബാക്കി 0 വരുന്നു. ഓപ്പോസിറ്റ് പാർട്ടിൽ 0 വരുന്നു. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഇത്രയുമാണ് ബേസിക്സ് ടൈപ്സ് ഓഫ് മെട്രിക്സിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, ഇനി ഒരു ചെറിയ ടോപ്പിക്ക് കൂടെ ഉണ്ട് തിയറി പോർഷനിൽ വരുന്നത്. That is transpose of a matrix. ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? The transpose of a matrix A is the matrix AT or a transpose which is obtained by changing the rows and columns of the matrix. ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. Suppose A is equal to 3 - 5 2 7 9 - 5. ഇതാണ് എ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോസിനെ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. A⁻T വായിക്കുന്നത് A ട്രാൻസ്പോസ്. A ട്രാൻസ്പോസ് കാണാൻ ചെയ്യേണ്ടത് നമ്മുടെ ഫസ്റ്റ് റോ ആരാണ്? 3 - 5 2 അല്ലേ? ഫസ്റ്റ് റോയിനെ ഫസ്റ്റ് കോളമായിട്ട് എഴുതുക. We have to interchange the rows and columns. ഫസ്റ്റ് റോ 3 - 5 2 അതിനെ എങ്ങോട്ട് എഴുതി? ഫസ്റ്റ് കോളമായിട്ട് എഴുതി. ഇനി സെക്കൻഡ് റോ ആരാണ്? 7 9 - 5 അതിനെ സെക്കൻഡ് കോളമായിട്ട് എഴുതുക. 7 9 - 5. ഇതിൻ്റെ ഓർഡർ 2/3 ആയിരുന്നെങ്കിൽ ഇതിൻ്റെ ഓർഡർ തിരിഞ്ഞു വന്നു, 3/2 ആയി. ഇതിനെയാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. So transpose എന്ന് പറയുന്നത് it is obtained by changing the rows of the matrix as the columns of the matrix. റോസിനെ മാറ്റി എന്താക്കുന്നു? കോളമാക്കി മാറ്റുന്നു. ഇങ്ങനെ കിട്ടുന്ന മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്പോസ്. ഇതിനെയാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നും 2 ചെറിയ ടോപ്പിക്കുകളൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് സിമെട്രിക് മെട്രിക്സ്. സിമെട്രിക് മെട്രിക്സ് എന്നൊരു ടോപ്പിക് ഉണ്ട്. 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ആൻഡ് only if A is equal to A transpose, it is said to be a symmetric matrix. അതായത് if and only if a matrix, ഇതാണ് എൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഡെഫിനിഷൻ പറയാനാണെങ്കിൽ if and only if the transpose of a matrix is same as that of the matrix, it is said to be സിമെട്രിക്. രണ്ട് മെട്രിക്സുകൾ അല്ല, രണ്ട് മെട്രിക്സ് സിമെട്രിക് ആണെന്ന് പറയണമെങ്കിൽ
എ എന്ന് പറയുന്ന മെട്രിക്സും ആ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസും സെയിം ആയിരിക്കണം, എക്സാക്ട്ലി സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് രണ്ട് മെട്രിക്സ് സിമെട്രിക് ആണെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, എ ഈസ് ഈക്വൽ ടു 1 2 2 1 ആണെന്ന് വെക്കുക. അതിൻ്റെ ട്രാൻസ്പോസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആയിട്ട് എഴുതുക. ഈ 1 2 ഇവിടെ എഴുതുന്നു, ഈ 2 1 താഴോട്ട് എഴുതുന്നു. സെയിം ആണോ എന്ന് നോക്കിയേ. ഇവിടെ ഹിയർ എ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് എ ട്രാൻസ്പോസ്. എ എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് ആണ്. ദെയർഫോർ ഇറ്റ് ഇസ് എന്ത്? സിമെട്രിക്. സോ രണ്ട് മെട്രിക്സുകൾ സിമെട്രിക് ആവണമെങ്കിൽ എയും എ ട്രാൻസ്പോസും സെയിം ആയിരിക്കണം. ഓക്കെ, ട്രാൻസ്പോസ് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് സിമെട്രിക് മെട്രിക്സ്. ഇതേപോലെ വരുന്നതാണ് സ്ക്യൂ സിമെട്രിക് എന്ന് പറയുന്നത്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സ്ക്യൂ സിമെട്രിക് എന്ന് വെച്ചാൽ A transpose will be equal to negative A. Transpose of the matrix is equal to the negative of itself. ഇങ്ങനെ വന്നാൽ ആ ടൈപ്പ് മെട്രിക്സുകളെ വിളിക്കുന്ന പേരാണ് സ്ക്യൂ സിമെട്രിക്. A transpose is equal to minus A എന്ന രീതിയിൽ വന്നാൽ അങ്ങനെയുള്ള മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സ്ക്യൂ സിമെട്രിക്. ഓക്കെ, ഇത്രയുമാണ് മെട്രിക്സിൻ്റെ ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. In the next class, we can discuss about the operations on matrix. Okay, so that's all for today's class. Have a nice day. Thank you.